ഏരിയ സമ്മേളന വേദിയിൽ പാർട്ടിയിലെ വിഭാഗീയത തുറന്നടിച്ചുകൊണ്ട് SFI വനിതാ നേതാവ് ശ്രീമോൾ. ആലപ്പുഴ ചാരുമൂട് ഏരിയ കമ്മിറ്റിയിൽ SFI ജില്ലാ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ആണ് ശ്രീമോളുടെ ഈ തുറന്നു പറച്ചിലുണ്ടായത്. വെട്ടലും തിരുത്തലും സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമെന്നും ഗോഡ്ഫാദർമാർ ഇല്ലാതെ SFIയിൽ വളരാൻ കഴിയില്ല, വ്യക്തി താല്പര്യങ്ങൾക്കായി ആരുടെയും പാദസേവ ചെയ്യാൻ താൻ പോയിട്ടില്ല എന്നും ശ്രീമോൾ പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. ആരുടെയും പാദസേവ ചെയ്ത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി എങ്ങും ഞാൻ പോയിട്ടില്ല എന്നും എന്റെ നിലനിൽപ്പിന് വേണ്ടി ആരുടെയും കാല് പിടിക്കാൻ ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് എന്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ നേടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. വെട്ടലുകളും തിരുത്തലുകളും അല്ലല്ലോ സംഘടനാ പ്രവർത്തനത്തിന്റെ അന്ത്യം കുറിക്കുന്നത്. ഞാൻ എവിടെയാണോ അവൈലബിൾ അല്ല എന്ന് പറയുന്നത് അവിടെ തന്നെ ശ്രീമോൾ എന്ന ഞാൻ തുടരും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞു പോകാനുള്ളത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. രഘു, ഈ ശ്രീമോൾ ഇപ്പോൾ പാർട്ടിയിൽ SFIയിൽ വഹിക്കുന്ന പദവി സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ, ഒപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിഭാഗീയത അതിൽ എടുത്ത് അടിവരയിട്ടുകൊണ്ട് ഈ വേദിയിൽ പറയാനുള്ള കാര്യം എന്താണ്? പ്രത്യേകിച്ച് ആലപ്പുഴയിലുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണോ ഈ തുറന്ന പറച്ചിൽ വരുന്നത്? അങ്ങനെ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരുമായി, വലിയ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമല്ല, പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ്. ശ്രീമോളെ ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ പ്രാദേശികരായിട്ടുള്ള ഒരു CPM നേതാവിൻ്റെ മകൾക്ക് വേണ്ടിയാണ് ശ്രീമോളെ പല കമ്മിറ്റികളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതെന്നുള്ള ഒരു വ്യക്തിപരമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമോൾ സംസാരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു ചാരുമൂട് SFIയുടെ ഏരിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ശ്രീമോൾ ഒഴിവായി. അതിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് ഇത്ര വൈകാരികമായി ശ്രീമോൾ സംസാരിച്ചത്. പിന്നീട് നമ്മൾ അവരുമായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ശരി.